ഏ, ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആ, റേക്കി റേക്കിയിൽ ഉണ്ടാവുന്ന ഹീലേഴ്സ്, റേക്കി ഹീലേഴ്സിന് വേണ്ടിയെല്ലാം റേക്കി ഹീലിംഗ് കൊണ്ടുണ്ടാവുന്ന ഇപ്പം അധികം ആൾക്കാരും പറയുന്ന കേൾക്കാം. റേക്കി ഹീൽ ചെയ്തതിന് ശേഷം എനിക്ക് അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് എനർജി ഉണ്ടായി, അല്ലെങ്കിൽ ചില നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും റേക്കി ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എഫക്റ്റ് ചെയ്യുമോ, ഭാവിയിൽ ഇത് ഞങ്ങൾക്ക് അസുഖം ഉണ്ടാക്കുമോ എന്ന ഒരുപാട് രീതിയിലുള്ള സംശയങ്ങളുണ്ടാവും. അതിനെയെല്ലാം ആ, നമുക്കൊന്ന് ഇത് ചെയ്ത് നോക്കാം, പരിശോധിച്ച് നോക്കാം. ഇത് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന വലിയ വലിയ ആൾക്കാരുമായിട്ട് ആ, അവരെ ബുക്സ്, അവരെ കണ്ടെത്തലുകൾ, അങ്ങനെയെല്ലാം അതിനോടെല്ലാം ബന്ധപ്പെട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഒരു കണ്ടെത്തലാണ്, എൻ്റെ ഒരു കണ്ടെത്തലുകളാണ്. അപ്പം ഇത് എൻ്റെതല്ല, അവരെ കണ്ടെത്തലുകൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെതായതല്ല. അവരോട് ഞാൻ താങ്ക് യു പറയുന്നു, ഇത് എന്നിലേക്ക് എത്തിച്ചെന്നതിന്. ഞാനപ്പം ഇത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആദ്യം പറയാനുള്ളത്, എല്ലാവരും അവർ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ വളരെ പവർഫുൾ ആയ വ്യക്തികളാണ്. നമ്മളെല്ലാം ഒരേ പവറിൽ യൂണിവേഴ്സിൽ നിന്ന് വന്നവരാണ്. ഞാനും നിങ്ങളെല്ലാവരും ഒരേ യൂണിവേഴ്സിന്റെ പവറിൽ നിന്ന് വന്നവരാണ്. അപ്പം നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ അംശമില്ല ആൾക്കാരാണ്. ദൈവം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ അംശമില്ല ആൾക്കാരാണ്. അപ്പൊ ഈ അംശമില്ല ആൾക്കാരിൽ നമ്മൾ ഓൾറെഡി പവേഴ്സ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? അത് നമ്മൾ കണ്ടെത്താൻ പറ്റുന്നില്ല. ചില ആൾക്കാരത് കണ്ടെത്തും, റേക്കി എനർജിയോ ഏതെങ്കിലും തരത്തിലുള്ള ഹീലിംഗിലെ കൂടി അത് കണ്ടെത്തും. ചില ആൾക്കാർക്ക് അത് കണ്ടെത്താൻ പറ്റുന്നില്ല, ഒരു സാധാരണ മനുഷ്യരായ നിലയിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ ആലോചിക്കും റേക്കി. ഞാൻ ആദ്യം റേക്കി പഠിച്ചപ്പോ ഞാൻ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഒരാളെ നമ്മൾ തൊട്ട്, അല്ലെങ്കിൽ തലോടി, അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ വെച്ച് ഒരാളെ ഹീൽ ചെയ്യുക, നമ്മളെന്താ സന്യാസിമാരാണോ ഞാൻ വിചാരിച്ചു. അതൊന്നും പൈസ ഇതാക്കാനില്ല, തട്ടിപ്പ് എന്നില്ല എന്ന് വിചാരിച്ചത്. പിന്നെ ഇത് പഠിക്കാൻ ചെന്ന് അതിനുശേഷമാണ് നമ്മുടെ കൈകളുടെ ഉള്ളിലെ കൂടിയുള്ള ആ എനർജി ഫീൽഡ് നമുക്ക് മനസ്സിലായത്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഇത്രയും പവേഴ്സ് ഉണ്ട്. നമ്മളിപ്പം എല്ലാ സ്ഥലത്തും എഴുതി നോക്കിയാൽ കാണാം തത്വമസി, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ നീ തന്നെ ആകുന്നു, തത്വം അസി, നിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനില്ല. അത് നമ്മൾ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും? അമ്പലങ്ങളിലും അവിടെ ഇവിടെയല്ല ഈശ്വരൻ തെരഞ്ഞാടും. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് ഓൾറെഡി, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ തെരഞ്ഞു നടക്കുക ഈശ്വരനെ. എവിടെയാണ് ഈ ദൈവം ഉണ്ടാകുക? നമ്മുടെ ഉള്ളിൽ തന്നെ നോക്കാനാ പറയുന്നത്. ഇപ്പൊ നമ്മള് ശബരിമലയിലേക്ക് പോകുമ്പോൾ 41 ദിവസം വ്രതമെടുത്ത് കഷ്ടപ്പെട്ട് അവിടെ എത്തി അയ്യപ്പനെ കണ്ടു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? തത്വം അസി. ആ തത്വം നീ തന്നെയാകും, നിന്റെ ഉള്ളിൽ തന്നെയാണ് തത്വം അസി. അപ്പോ നമ്മൾ അവിടെ എത്തിയാലും നമ്മൾ പോയി കാണുന്ന നമ്മുടെ ഉള്ളിലെ ദൈവത്തിനെ നോക്കാനാ പറയുന്നത്. അപ്പൊ അതൊന്നും നോക്കാണ്ട് ആൾക്കാര് അമ്പലങ്ങളിൽ തന്നെ പോകണമെന്ന് നിർബന്ധം പിടിക്കും. ഈ പറയുന്ന ഞാനടക്കം അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അമ്പലങ്ങളിൽ പോകണം എന്ന് നിർബന്ധം പിടിക്കും. എനിവേ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നമ്മളെല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ പവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. റേക്കിയുടെ പവർ, റേക്കിയോ ഏതെങ്കിലും തരത്തിൽ ഇതുകൊണ്ടോ നമ്മൾ അതിനെ ഉണർത്തിയെടുക്കുക. ഓക്കെ. നമ്മൾ ഇപ്പം എല്ലാവരുടെ ഉള്ളിലും പ്രാണോർജം ഉണ്ട്. പ്രാണോർജം ഇല്ലാണ്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റൂല. അപ്പോൾ പ്രാണോർജത്തിനെ നമ്മൾ എങ്ങനെ ഹൈ ആക്കി എടുക്കുക? പ്രാണോർജത്തെ ഹൈ ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് ഈ അസുഖങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ പല ടൈപ്സ് ഓഫ് പ്രോബ്ലങ്ങൾ, റിലേഷൻഷിപ്പ്, മണി ഇഷ്യൂ, ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. പ്രാണോർജം ഉണ്ടെങ്കിൽ മാത്രമേ ചക്രകൾ ഹൈ ആയിട്ട് വർക്ക് ചെയ്യൂ. ഓക്കെ. അപ്പൊ ഈ റേക്കി എന്ന് പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞ ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു പാർട്ടാണ് റേക്കി എന്ന് പറയും. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത്? ഇപ്പം എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ക്യാൻസർ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ വികാരങ്ങളെ സപ്രസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, സ്പിരിച്വാലിറ്റിയിൽ കൂടുതലുള്ള ആൾക്കാർക്ക് വലിയ വലിയ രോഗങ്ങൾ വരും. സ്പിരിച്വാലിറ്റിയിൽ ഇല്ല ആൾക്കാർ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഈ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ ആഹാരങ്ങൾ, നല്ല ജീവിത ചിട്ട, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് അസുഖം വരുന്നു, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ജീവിച്ചിട്ടും കാര്യമില്ല.
ഇങ്ങനെ ജീവിച്ച ഒരാൾക്ക് എങ്ങനെയാ ക്യാൻസർ വരുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരും അല്ലെ? അപ്പോ എന്തുകൊണ്ടായിരിക്കും അത് വരുന്നതിന്റെ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച ഒരാളുണ്ട്, നല്ല പുറത്ത് നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കത്തില്ല, വീട്ടിലെ ഭക്ഷണം മാത്രമേ കഴിക്കൂ. അതേ സ്ഥാനത്ത് ഒരു ഒരു തരത്തിലുള്ള സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ മദ്യപാനം അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ അസുഖം വരുന്നു? ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വരും. ഇനിയിപ്പം അദ്ദേഹം എല്ലാ രീതിയിലും അതേ സ്ഥാനത്ത് നമ്മൾ പറയുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രശ്നമില്ല. അദ്ദേഹം വളരെ രീതിയിൽ എല്ലാം ഇല്ല ഒരാൾ സുഖമായി ജീവിക്കുക. എന്തായിരിക്കും അതിന് കാരണം? കാരണം ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്. ഈ പറയുന്ന ഒരാൾക്ക് എല്ലാവർക്കും മൈൻഡ് പരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രോബ്ലം ഉണ്ട്. എന്തെങ്കിലും ഒന്ന് അവരെ അടക്കി നിർത്തുന്നുണ്ടാവും. ഇപ്പം സ്പിരിച്വാലിറ്റിയിൽ പോകുന്ന ആൾക്കാർ അവർക്ക് നന്നായി, ചില ആൾക്ക് നന്നായി ഭക്ഷണം കഴിക്കണം എന്നുണ്ടാവും. പക്ഷെ അവര് ആൾക്കാർ മുമ്പിൽ ഇത് ചെയ്താൽ തെറ്റാണ്, അതുകൊണ്ട് ഞാനത് അത് ഉപവാസം എടുക്കുക, ഞാനിപ്പോ ഉപവാസം എടുക്കുക. അപ്പൊ എന്റെ മൈൻഡ് പറയുന്ന ഉപവാസം വേണ്ട, എനിക്ക് ഭക്ഷണം കഴിക്കുക വേണ്ട. അപ്പൊ നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ആ ആഗ്രഹങ്ങളെ അടക്കി വെക്കുക, അതിനെ സപ്രസ് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത് നമുക്ക് വേറൊരു ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ ഫാമിലി ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകണം, ഫാമിലി ആയിട്ട് നല്ല തരത്തിൽ ജീവിക്കണം, അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സ്പിരിച്വാലിറ്റി വരും വേണ്ട, അതെല്ലാം മോശമാണ്, സ്പിരിച്വാലിറ്റിയാണ് നല്ലത്. അപ്പൊ ആ ആഗ്രഹങ്ങളും സപ്രസ് ചെയ്തു പോകും. ചില ആൾക്കാർ ഇതുണ്ടാവും, മദ്യപാനം ഉണ്ടാവും, മദ്യപാനം വേണമെന്നുണ്ടാവും, അല്ലെങ്കിൽ സിഗരറ്റ്, അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കണം എന്നുണ്ടാവും. അപ്പൊ നമ്മൾ പറയാം അയ്യോ അത് ചെയ്ത പാപാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങളെ സപ്രസ് ചെയ്യുക. ഈ എന്ത് കാര്യവും നമ്മുടെ ബോഡിയിൽ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാണ് പിന്നീട് രോഗമായി മാറുക. ഈ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ. എന്താണ് ക്യാൻസർ? നമ്മളെ ഉള്ളിലുള്ള അതായത് വിഷാംശങ്ങളെ ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ച് വെക്കുന്നതാണ് ക്യാൻസർ. അതേപോലെ നമ്മൾ എന്ത് കാര്യവും സപ്രസ് ചെയ്ത് വെച്ചാൽ അത് ഈ രോഗത്തിന് വേണ്ടി വരാനുള്ള ഒരു കാരണം ആകാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ? മറ്റൊരു കാരണം കൂടി ഉണ്ട്. നമ്മളിപ്പോ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ അങ്ങനെ കാര്യങ്ങളും ചെയ്ത്, ഞാൻ മണിക്ക് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നു, ഞാൻ ജോലിക്ക് വേണ്ടി അട്രാക്ഷൻ ചെയ്യുന്നു, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നു. അതേപോലെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എവിടെയെങ്കിലും ഒരു വേദനയോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് ക്യാൻസറിന്റെ ലക്ഷണമാണോ, ക്യാൻസർ ആണോ, ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വേറെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇന്നേ രോഗം, ഇന്നേ രോഗം. അപ്പൊ എവിടെയെങ്കിലും എന്തും കേട്ട് കഴിഞ്ഞാൽ അത് ഇന്നേ രോഗം, ഇന്നേ രോഗം. അപ്പൊ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഈ ഇന്നേ രോഗം. അപ്പോൾ നമ്മുടെ ആ എനർജി നമ്മൾ അട്രാക്ട് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാന്ന് വെച്ചു, ഏത് മതത്തിലായിക്കോട്ടെ, ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുക, എന്താണ് നമുക്ക് പണം കിട്ടണം, റിലേഷൻഷിപ്പ് നല്ലതാണ്, ജോലി കിട്ടണം, അതെല്ലാം ഓക്കെ, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ എവിടെയും കാര്യങ്ങൾ എന്തെങ്കിലും ഒരാൾക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അയ്യോ അത് ക്യാൻസർ ആയിരിക്കുമോ? അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളെ മൈൻഡിലും നമ്മൾ ഓൾറെഡി അതിനിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, അതായിരിക്കുമോ, പേടിച്ചിട്ടാണെങ്കിലും കൂടി ആ രോഗമായിരിക്കുമോ, ആ രോഗമായിരിക്കുമോ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്താ അതിന്റെ കാരണം? അത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ആ രോഗം നമ്മളെ തേടിയെത്തും. അപ്പൊ അതും ഒരു കാരണമാണ്. മൈൻഡ്, നമ്മുടെ മൈൻഡും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും പവർഫുൾ ആണെന്ന് പറയുന്നത് നമ്മൾ ആ മൈൻഡിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഈ പറഞ്ഞു വന്നത് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവും. ചിലത് ഇപ്പം അദ്ദേഹം നോൺ വെജ് കഴിക്കാൻ പറ്റുന്നില്ല, ഒരു സ്പിരിച്വാലിറ്റി ഉള്ള ആളാണ്. മറ്റുള്ളവർ കഴിക്കുമ്പോൾ അദ്ദേഹം ഇയാളെല്ലാം നോക്കിയാട്ടെ നോൺ വെജ് കഴിക്കുന്നു, അത് ഒരു ബാഡ് എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അയാളെ നോക്കിയാട്ടെ, ഇയാളെ നോക്കിയാട്ടെ, അദ്ദേഹത്തെ നോക്കൂ, ഇദ്ദേഹത്തെ നോക്കൂ, അവരെന്താ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്, അവരെല്ലാം അങ്ങനെ ഇങ്ങനെ. ആ ഒരു എനർജി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ബാഡ് വൈബ് ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ആ ഹോർമോണാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. പിന്നെ അതുപോലെ നമ്മൾ ഹാപ്പി ആയി നിന്നോ, ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കും. നമ്മൾ സാഡ് ആയി നിന്നാൽ സാഡ് ഹോർമോൺ, അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ ഹോർമോൺ ഉണ്ടാകുന്നത് ദേഷ്യത്തിന്റെ, സോറി, ഇപ്പം ഒരാളോട് അസൂയാന്നുണ്ടെങ്കിൽ ആ ഹോർമോൺസ് ആണ് നമ്മൾ കൂടുതൽ ഉണ്ടാകുക. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ കെട്ടിക്കിടക്കും, ആ ഇമോഷൻസ് കെട്ടിക്കിടക്കും. അത് പിന്നീട് അസുഖങ്ങളിലേക്ക് വഴിതെളിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഒന്നും നമ്മൾ അടക്കി വെക്കാൻ പാടില്ല.
ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോൺ വെജ് തിന്നോ, നിങ്ങൾക്ക് ഫാമിലിയായി എൻജോയ് ചെയ്യണം, എൻജോയ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ അതിലൊരു ഓഷോന്റെ ഇത് കണ്ടെത്തലുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓഷോ എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനത്തോടുകൂടി പറയുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളോട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓഷോ ഇതാക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വേണ്ടതെന്ന് ചെയ്തോ, നിങ്ങളുടെ മനസ്സിലൊന്നും ഇത് ചെയ്ത് വെക്കണ്ടെന്ന് പറയാം. ഒന്നും സപ്രസ് ചെയ്യണ്ട. നിങ്ങൾക്ക് സെക്ഷൽ ആണോ ഡിസയർ, ഓക്കെ. ഇപ്പൊ ചില ആൾക്കാർ സെക്ഷൽ ഡിസയർ ഇതാക്കി വെക്കും സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം രോഗങ്ങളിലേക്ക് കാരണമാവും. അപ്പൊ ഒന്നിനും നമ്മൾ അടക്കി വെക്കണ്ട. വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അടക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് മാരകമായ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടക്കി വെച്ചത് കൊണ്ടാണ്, എൻ്റെ ആഗ്രഹങ്ങൾ ഇതെല്ലാം അടക്കി വെച്ചുകൊണ്ടാണ് അതെനിക്ക് രോഗത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, മഹർഷി നല്ല നല്ല ഇതിലുള്ള ആൾക്കാരെല്ലാം ഓരോ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ലാസ്റ്റ് പറയാം, അവർക്ക് അറിയാം അത് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നത്. ഓക്കെ. അപ്പം അതുകൊണ്ട് അപ്പൊ സ്പിരിച്വാലിറ്റിയിൽ പോകുന്ന എല്ലാവരും ഒരു സംഗതി അടക്കി വെക്കണ്ട. അതിലൊരു തെറ്റുമില്ല. നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ലൈഫാണ്, ഫാമിലി സെക്ഷൽ ഡിസയർ ആണോ അതും ഓക്കെ. സെക്ഷൽ ഡിസയറിന്റെ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പാടില്ല. ഇപ്പൊ സെക്ഷൽ ഡിസയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പോയി ചെയ്യണം അങ്ങനെ ഇതല്ല പറയുന്നത്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണ്ട, ഒന്നിനെയും കൺട്രോൾ ചെയ്യണ്ട. നമ്മുടെ മനസ്സിന് എന്താണോ ആഗ്രഹം, ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരാളെ അടിക്കണം എന്നില്ല ആഗ്രഹം, അങ്ങനെ പോയി അടിക്കുക അങ്ങനെയല്ല പറയുന്നത്. സാധാരണയായിട്ടുള്ള ഇതിൽ നിന്ന് നമ്മളൊന്നും പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഇതിൽ നമ്മൾ ആ ഫ്ലോയിൽ നമ്മൾ പോയാൽ മതി. ഒരു ഇമോഷൻസിനെ നമ്മൾ ഇത് ക്യാച്ച് ചെയ്ത് വെക്കണ്ട, എല്ലാത്തിനും അങ്ങ് വിട്ടേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഡയബറ്റിക് നല്ല നല്ല വ്യക്തികൾക്ക് ഈ ഡയബറ്റിക് വരിക, നല്ല ആൾക്കാർക്കെല്ലാം എല്ലാവർക്കും വരുന്നുണ്ട്, അങ്ങനെയല്ല. നമ്മൾ കൂടുതൽ നോക്കിയാൽ അദ്ദേഹം നല്ല വ്യക്തിയായിരുന്നല്ലോ എന്ന് പറയും ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാ? അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാവും. ഈ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുമ്പോൾ ഡയബറ്റിക്, പ്രഷർ കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ആരെയും നമ്മൾ നോക്കണ്ട, നമ്മളെപ്പോ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണോ നമുക്ക് സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പൊ നമ്മളെ ആ ഹോർമോൺ കൂടുതൽ ഡെവലപ്പായിട്ട് നമ്മളെ ബോഡിക്ക് ഹീലിംഗ് ഉണ്ടാക്കും. അപ്പൊ നമ്മളെ അസുഖങ്ങളിൽ നിന്ന് മാറും. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യണ്ട. ഇപ്പം ആൾക്കാർ നമ്മളൊരു കൂട്ടത്തിൽ എല്ലാവരും നാളെ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനും ഫാസ്റ്റ് ചെയ്യാം, അങ്ങനെ നോക്കണ്ട. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. ഈശ്വരൻ ഫാസ്റ്റ് ചെയ്താൽ മാത്രമൊന്നും വരുമെന്നല്ല, ഈശ്വരൻ നല്ല മനസ്സുണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ടാവും. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ നോക്കിയാൽ മതി. സ്പിരിച്വലാന്ന് പറയും അവര് എല്ലാവരും എൻലൈറ്റ്മെന്റ് കിട്ടുന്ന ഒരു അംശം ഉണ്ടാകുന്ന ആൾക്കാരാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ സ്പിരിച്വാലിറ്റി ഇപ്പൊ ചില ആൾ നിങ്ങൾ അദ്ദേഹം ഭയങ്കര സ്പിരിച്വാലിറ്റിയാണ്, ഹയർ സ്പിരിച്വാലിറ്റി ഇല്ല ആളാണ്, ഓക്കെ ശരി തന്നെ. ഹയർ സ്പിരിച്വാലിറ്റി അറിവായിരിക്കും, അത് പവർ എന്ന് പറയുന്ന അറിവായിരിക്കും. കാരണം എല്ലാത്തിനെ പറ്റി വേദങ്ങളെ പറ്റി അറിയാം, ഉപനിഷത്തിനെ പറ്റി അറിയാം, ഇന്നേ കാര്യങ്ങൾ അറിയാം, ആ കാര്യങ്ങൾ അറിയാം, റേക്കിനെ പറ്റി എല്ലാം അറിയാം, ഓക്കെ അംഗീകരിക്കും, സ്പിരിച്വാലിറ്റിയിൽ ഹൈ ആണ്. പക്ഷെ നിങ്ങൾ അവരെ പറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ദേഷ്യം വരുന്നുണ്ടോ, ഒരാളുടെ അസൂയുണ്ടോ, അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹത്തിലാണോ പെരുമാറുന്നത്, അവരെ സ്വഭാവം കൂടി ഒന്ന് നോക്കണം. ചില ആള് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആൾക്ക് അമ്പലങ്ങളിൽ ഭയങ്കര സ്പിരിച്വലാ. അമ്പലങ്ങളിൽ പോവും, അവിടെ നിന്നിട്ട് ലൈനിൽ നിന്നിട്ട് ദർശനത്തിന് സമയം അടി കയ്യുക, മറ്റേ ആളെ ഉന്തി അങ്ങോട്ടേക്ക് മാറ്റുക, കുത്തുക. ഗുരുവായൂരെല്ലാം ഞാൻ പോയപ്പോ കണ്ടിട്ടുണ്ട്, ലൈനിൽ നിന്ന ആൾക്കാർ പരസ്പരം അടി കയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തൻ അടിച്ച് വീഴ്ത്തുക, ലൈനിൽ നിന്നടിക്കുന്ന മുമ്പ് കയറണ്ടി. ഇതൊക്കെയാണോ സ്പിരിച്വാലിറ്റി? ഇങ്ങനെയാണോ സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാ. ഈ ദൈവം നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ കാണാൻ ചില ലേഡീസോ ജെൻസോ ആയിക്കോട്ടെ, അവരെല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോകും, ഭയങ്കര ഭജനവും കാര്യങ്ങളാണ്. പക്ഷെ ഒരാൾക്കൊരു ഉപകാരം ചെയ്യില്ല, ഒരാള് ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യില്ല, ഒരാളെ ഹെൽപ്പ് ചെയ്യുക അതൊന്നും ചെയ്യില്ല. പക്ഷെ അമ്പലങ്ങളും കാര്യങ്ങളും കൃത്യം. എന്നിട്ട് പറയും എനിക്ക് എപ്പോഴും അമ്പലങ്ങൾ സ്ഥിരമായി പോകുന്നില്ല, എന്നിട്ടും എനിക്ക് ഉപദ്രവമാണല്ലോ അല്ലെങ്കിൽ ദോഷങ്ങളാണല്ലോ. എന്തുകൊണ്ടാ? നിങ്ങളെ കർമ്മ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കർമ്മക്ക് അക്കോർഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ലഭിക്കുക. അപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി അല്ല വേണ്ട. സ്പിരിച്വാലിറ്റി വേണ്ടെന്നല്ല, സ്പിരിച്വാലിറ്റി നമ്മൾ എന്ത് വേണം? നമ്മുടെ മൈൻഡിനെ ഹയറുമായിട്ട് കൊണ്ടുപോകണം. അതാണ് സ്പിരിച്വാലിറ്റി. അല്ലാണ്ട് നമ്മൾ പൂജ ചെയ്ത് അമ്പലത്തിൽ പോയി ഇതൊന്നും കാര്യമില്ല.
നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടെന്തും ഗുണം പോകണം, യൂണിവേഴ്സിന് അല്ലെങ്കിൽ ലോകത്തിന് നമ്മളെ കൊണ്ടെന്തും പോകണം. നമ്മൾ സാധാരണ ഒരുവിധം എല്ലാവരും കണ്ട എല്ലാവർക്കും എന്താണ് നമ്മളെ കൊണ്ട് ഗുണം നമ്മുടെ കുടുംബത്തിന് മാത്രമേ ഉണ്ടാവും, മറ്റുള്ളവർക്ക് ഉണ്ടാവാത്ത ഭൂരിപക്ഷം ഇല്ലത്. കാരണം നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കുക എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അത് കഴിഞ്ഞിട്ട് ബാക്കി. ഇത് വേണ്ടെന്നല്ല പറയുന്നത്, ഇങ്ങനെയാന്ന് എല്ലാവരും ചിന്തിക്കുക. പക്ഷെ ഇതിന്റെ പുറത്തോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് സ്പിരിച്വൽ ആയിട്ട്. നിങ്ങൾക്ക് ആ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സ്പിരിച്വൽ ആയിട്ടുള്ള ഇതുണ്ട്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുക, അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയല്ല നിങ്ങൾ ഉണ്ടോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് കണക്റ്റഡ് ആണ്. അതിനെ നിങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുവരും. അപ്പൊ നിങ്ങളെ ഉള്ളിൽ സ്പിരിച്വൽ ഇത് ഹൈ ആവും. അതാണ് സ്പിരിച്വാലിറ്റി. അല്ലാണ്ട് നമ്മൾ പൂജ ചെയ്ത് ഭജനത്തിന് പോയി റേക്കി പഠിച്ച് വേദങ്ങൾ പഠിച്ച് അതുകൊണ്ടൊന്നും സ്പിരിച്വൽ ആണെന്ന് ഞാൻ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടും വൈഫും അവര് വേദ ഇതെല്ലാം പഠിക്കുന്നതാണ്. ഭയങ്കര ഇതാണ്, എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കും, ഭയങ്കര പൂജയും കാര്യങ്ങളെല്ലാം. പക്ഷേ എങ്കിൽ കൂട്ടത്തിൽ ഒരാൾക്കൊരു ഒരു എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് നമ്മളെല്ലാവരും കൂടി പൈസ ഇട്ട് കൊടുത്താൽ 5 പൈസ ഒന്നിനും കൊടുക്കൂല, ഒരാൾക്കൊരു സാധനം കൊടുക്കൂല, ഒരാൾക്കൊരു ഉപകാരം ചെയ്യും. വൃത്തികെട്ട സ്വഭാവമാണ്. അപ്പോൾ ഇതാണോ ആ വേദങ്ങളിൽ നിന്ന് എന്താണ് അവർ ഉൾക്കൊള്ളുന്നത്? അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നില്ല എന്ന് പറഞ്ഞു. ഇതില് കുറെ പ്രോബ്ലങ്ങൾ ഞാനടക്കം ഉണ്ടാവും. പക്ഷെ ഞാനിത് ഓരോന്ന് കണ്ടെത്തിയിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനടക്കം പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, ഞാനടക്കം എല്ലാവരും ഇതിന്റെ ഓരോ എന്താണോ നമ്മളിപ്പോ ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ മാറ്റം കൊണ്ടുവരിക. അതാണ് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള പോക്ക്. അല്ലാണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ഭജനത്തിന് പോയി ഇതൊന്നും ചെയ്തോണ്ടൊന്നും കാര്യമില്ല. നമുക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ, നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടോ, മറ്റുള്ളവരോട് സന്തോഷത്തോട് പെരുമാറാൻ പറ്റുന്നുണ്ടോ, അവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കാലങ്ങളായില്ല ദേഷ്യം നമുക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെയാണ് സ്പിരിച്വാലിറ്റിന്റെ ഇത്. അല്ലാണ്ട് നമ്മള് മാറാണ്ട് സ്പിരിച്വാലിറ്റിയിൽ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ എക്സാമ്പിള് ഏറ്റവും കൂടുതൽ ഇത് അടക്കി വെക്കുന്നത് സ്ത്രീകളാണ്, ഈ ആഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം. നിങ്ങൾ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഈ അമ്പലങ്ങളിൽ പ്രേതബാധ എന്ന് പറഞ്ഞിട്ട് ഈ ഇതുണ്ടല്ലോ, എല്ലാ അമ്പലങ്ങളിലും അധികം അല്ല സോറി എല്ലാ അമ്പലം ചില അമ്പലങ്ങളിൽ ഉണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉണ്ടാവുക. ഞാൻ ആ ആത്മീയപരമായ വിഷയമല്ല പറയുന്നത്, ഞാൻ അതിന്റെ ഒരു എന്താ പറയാ കാഴ്ചപ്പാട് മാത്രം പറയാം. ആത്മീയപരമായിട്ട് അത് പലതും പറയാനുണ്ട്. കാഴ്ചപ്പാട് അധികം സ്ത്രീകളാണ് ഉണ്ടാകുക. ഒരു 10 സ്ത്രീകളിൽ ഒരു പുരുഷനോ 2 പുരുഷനോ ഉണ്ടാവും, ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. എൻ്റെ ഒരു കണ്ടെത്തലുകളാണ് കണ്ടതിൽ വെച്ചിട്ട്. ഇപ്പോ എന്താ അതിന്റെ അർത്ഥം? അവര് ഒരുപാട് ഈ എന്താ പറയാ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉള്ളിൽ അടക്കി വെച്ചിട്ട് നിൽക്കുക. അപ്പൊ അത് നമ്മുടെ മൈൻഡിനെ ബാധിക്കും. അങ്ങനെയാണ് അത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഒരു കാര്യവും നമ്മൾ സപ്രസ് ചെയ്യേണ്ട. ആഗ്രഹങ്ങൾ എന്തുണ്ടെങ്കിലും അത് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക, നമ്മുടെ ശരീരത്തിനെ സന്തോഷിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സും ശരീരവും കൂടുതൽ ആരോഗ്യകരമായ രീതിയിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ നമ്മൾ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നു അത്രത്തോളം പെർസിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതായത് തിരിച്ചിതാ, നമ്മൾ ഇങ്ങനെ ഒരു ഡോർ ഒരാൾ അടക്കാൻ വേണ്ടി നോക്കും, നമ്മൾ ഇങ്ങനെ തള്ളിപ്പിടിച്ച എന്തായിരിക്കും അവസ്ഥ? അവരതിൽ കൂടുതൽ ഫോഴ്സ് ചെയ്യും, നമ്മൾ ഫോഴ്സ് ചെയ്യും. ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെടും, അതായത് ജയിക്കും. അവർ തള്ളി തുറന്നാൽ നമ്മൾ അതുപോലെ തന്നെ അസുഖവും കാര്യങ്ങളെല്ലാം നമ്മൾ എന്തിനെ വികാരങ്ങൾ അടക്കി വെക്കാൻ ശ്രമിക്കുന്നു അത് ഇങ്ങോട്ടും ഇത് ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ നമുക്ക് അതിന്റെ അസുഖമായിട്ട് മാറും. അപ്പൊ നമ്മൾ പറയുന്ന വെച്ചാല് ഈ ഹിപ്നോട്ടിസ്റ്റിന്റെ ഇതിൽ പറയുന്ന പറഞ്ഞാല് ഇത് നമ്മുടെ രോഗങ്ങൾ വരുന്നതിൽ ഒരു 90% നമുക്ക് 80% സൈക്കോസൊമാറ്റിക് ആന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന മൈൻഡ്. അസുഖം പുറത്തുനിന്ന് വരുന്ന അസുഖമല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷനും ഈ സപ്രസേറ്റും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡിനെ റെഡിയാക്കിയാൽ മതി. അപ്പൊ 80% പോയി, പുറത്തുനിന്ന് വരുന്ന 20 അത് നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് വരുന്നത് ഇപ്പൊ നമ്മൾ കൊറോണയെല്ലാം കണ്ടില്ല, കൊറോണയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർക്ക് ചില ആൾക്കാർ വരുത്തി വെച്ചതുണ്ട്. നമ്മളിങ്ങനെ അയ്യോ എനിക്ക് വരുവോ എന്ന് വെച്ച് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതും. കാരണം എന്താന്ന് പറഞ്ഞാല് ഒരു ഞാൻ ആ സമയത്ത് ഇല്ലൊരു ഇത് ഒരു ആൾക്ക് ഒരു വീട്ടിലുള്ള ഒരാൾക്ക് അത് അപ്പുറത്തെ വീട്ടിലെ ആളാണ്, അതായത് ഇത് ഇപ്പുറത്തെ വീട്ടിൽ വന്ന്
സംസാരിക്കലും ചെയ്ത് അവിടെ നിന്ന് അദ്ദേഹം പോയതാണ്. അപ്പൊ അവര് എന്താ പറയാ, അവര് വീട്ടിലെ ആൾക്കാർക്ക് അവർക്ക് കൊറോണയാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം ഇവര് എന്താ പറഞ്ഞു, നമുക്കും കൊറോണയായി. കാരണം എന്താണ്, നമ്മളെ മൈൻഡിൽ ചിന്തിച്ച് അയാൾക്ക് കൊറോണ വന്നാൽ ഓട്ടോമാറ്റിക്കായി എനിക്കും ഉണ്ടാവും. അങ്ങനെ ഇവർക്കും കൊറോണ വന്നു. അപ്പോ അതാണ് ഇതിന്റെ അപ്പൊ അട്രാക്ഷൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് കാര്യവും നമ്മൾ അട്രാക്ട് ചെയ്യും. ഓക്കെ. പിന്നെ അതുപോലെ നമ്മളെ ഫുഡ് നമ്മളിപ്പം കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർ, ഇഷ്ടംപോലെ ഫുഡ് വാരി വലിച്ച് തിന്നുന്ന ആൾക്കാരും. ഈ വാരി വലിച്ച് തിന്നല് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നല്ലോണം വായിലിട്ടിട്ട് അതിനെ ആസ്വദിക്കുക, അതിനെ ചവച്ച് നല്ലോണം അതിന്റെ രുചി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് തോന്നും, രുചി കിട്ടി, ഇനി അധികം വേണ്ടാന്ന്. അപ്പൊ നമുക്ക് അധികം കഴിക്കേണ്ട ടെൻഡൻസി വരൂല. ഇതെല്ലാം ഹിപ്നോട്ടിക് ഇതായിട്ട്, അതായത് മൈൻഡിന്റെ ഇതായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതധികം വേണ്ടി വരൂല. ട്രൈ ചെയ്ത് നോക്കും, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു നമ്മൾ കൂടുതൽ പായസം കൊടുക്കുന്ന ആളാന്ന് വിചാരിച്ചോ. അപ്പൊ കൂടുതൽ പായസം കൊടുക്കുന്ന ആൾക്ക് കുറച്ച് പായസം കുടിച്ച് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ആ ഒരു ഇതിട്ടിട്ട് അതൊരു കുറച്ച് നേരം അതിന്റെ മൈൻഡിന് കൊടുക്കുക ആ ഒരു ടേസ്റ്റ്. ഇപ്പൊ നമ്മൾ കുറച്ച് കഴിക്കുമ്പോഴത്തെ നമുക്ക് മതിയാവും. അപ്പൊ നമ്മൾ ഓവർ ഈറ്റിംഗ് ഉണ്ടാവില്ല. എന്ത് കാര്യം അങ്ങനെ തന്നെ. അപ്പോൾ സ്ലോലി 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 അത് കഴിക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ നമുക്ക് ഓവർ ഈറ്റിംഗ് ഉണ്ടാവില്ല. ഓക്കെ. അത് മറ്റൊരു കാര്യം. ഇനി എല്ലാവർക്കും സംശയം ഉണ്ടാവും, നമ്മുടെ ഹീലേഴ്സിനെ പറ്റിയിട്ട് പറയാം. ഹീലേഴ്സ് ഇപ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരാള് നമ്മളൊരാളെ സാധാരണ ഒരു ഹീലർ അല്ലെങ്കിൽ സാധാരണ ഒരാൾ, നമ്മൾ ചില ആൾക്കാർ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ അസ്വസ്ഥത എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഓറയിലേക്ക് അവരെ നെഗറ്റീവ് എനർജി വരുന്നത് കൊണ്ടാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. അത് നമ്മൾ ഓറയിൽ തന്നെ കിടക്കുക. അപ്പോ നമ്മൾ എല്ലാ ദിവസവും ഇപ്പൊ ചിലത് നമ്മൾ കുളിക്കുന്ന സമയത്തോ എന്തെങ്കിലും രീതിയിൽ നാച്ചുറലായിട്ട്, എപ്പോഴാണ് നമ്മൾ നാച്ചുറലായിട്ട് റീസെറ്റ് ആവുന്നത്? ഉറങ്ങുന്ന സമയം. നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ ചക്രകളിൽ നിന്നെല്ലാം എനർജി വലിച്ചെടുത്തിട്ട് ബോഡി റീജനറേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ രാത്രി തലവേദന എടുത്ത് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണിച്ച് രാവിലെ റീഫ്രഷ് ആവും. എന്താ, നമ്മൾ ഉള്ളിൽ നിന്ന് ബോഡി ചക്രകളിൽ നിന്ന് എനർജി വലിച്ചെടുക്കുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ബോഡി റീജനറേറ്റ് ആവും. അപ്പൊ ഈ റീജനറേറ്റ് ആവുന്ന പ്രോസസ്സ് ശരിക്കും കാര്യമായി നടന്നില്ല. ചില ആളത് ഹൈ ആയിട്ടുള്ള നെഗറ്റീവ് നമ്മൾ ഓറയിൽ കെട്ടിക്കിടന്നതായിരിക്കും. അത് മതി, നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ അസുഖം, ആ ഓറ ഡാമേജ് ആയി വന്ന് നമുക്ക് മെന്റലി ആയിരിക്കും, അല്ല ഫിസിക്കലി അത് നമുക്ക് അസുഖമായിട്ട് വരും. ഓക്കെ. അപ്പോൾ ആ മെന്റലി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റേക്കിയിലൂടെ നമ്മൾ ഹീൽ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരാളെടുക്ക് ഇങ്ങനെ നെഗറ്റീവ് എനർജി വന്നു വിചാരിച്ചോ, അതേസമയം നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ മറ്റൊരാളെ ഓറയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഓറയിലേക്ക് കയറി ചെല്ലി ആ എനർജിയെ കണക്റ്റഡ് ആയി, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ആയി ആ ഇത് നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ നമ്മൾ എനിക്ക് പ്രശ്നമൊന്നും, ഞാൻ ഹീലറാ, പ്രശ്നമൊന്നുമില്ല, ഇത് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇങ്ങനെ കിടന്ന് 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 നമ്മളെ കാര്യം ഒരു തീരുമാനമാവും. അതേസമയം ഞാനിത് എല്ലാ ദിവസവും ഹീൽ ചെയ്യുക, എല്ലാ എനർജി റിമൂവ് ചെയ്ത് പോകുന്നെങ്കിലും എൻ്റെ ഓറ ശക്തിയായിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഒന്നും എന്നെ എഫക്റ്റ് ചെയ്യില്ല. അധികാളും കേസ് എന്ന് പറഞ്ഞാൽ അവർ സ്വയം ഹീൽ ചെയ്യുന്നില്ല. ചില ആൾ ഹീൽ ചെയ്യുന്നുണ്ടാവും, എന്നാലും പ്രോപ്പർ ആയിട്ട് ഹീലിംഗ് നടക്കുന്നുണ്ടാവില്ല. അതിന്റെ കാരണം എന്താണെന്നില്ല പറയാം. ഹീലിംഗ് ചെയ്യുന്നുണ്ടാവും, എന്നാലും മാറ്റങ്ങൾ വരുത്താവും. എന്തുകൊണ്ടായിരിക്കും? അപ്പൊ അവര് ചെയ്യുന്ന ഡീടോക്സിഫിക്കേഷൻ, അതായത് എനർജി ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നില്ല. അതായത് എനർജിയിൽ നമ്മൾ ഓറയിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജീനെ നമുക്ക് ഡീടോക്സിഫിക്കേഷൻ നടത്താൻ പറ്റുന്നില്ല. അതെന്തോരിക്കും അവർ ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലം ആയി. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്തിട്ട് ഈ ഡീടോക്സിഫിക്കേഷൻ നടത്തുക. എന്താണോ ഇതില്ലത് അതിന്റെ എല്ലാ ഇതും നമ്മൾ, അതിന് ഏറ്റവും നല്ലൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് 3:30 എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂർ അതിനു വേണ്ടി വെക്കും. പിന്നെ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, പ്രശ്നമല്ല. 3:30 എഴുന്നേറ്റ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ 3 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3:30 എഴുന്നേറ്റിട്ട്
ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്ത് ഈ വൈറ്റ് ലൈറ്റ് ഇറങ്ങി വരുന്ന പോലെ വന്ന് ചക്രകളിൽ നിന്നും ബോഡിയിൽ നിന്നെല്ലാം നെഗറ്റീവ് എനർജി നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ആകുന്നതായിട്ട് കാണും. ആ സമയം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ സമയം ഭൂമിയിൽ പോസിറ്റീവ് എനർജി കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് തള്ളാൻ വേണ്ടി പറ്റും, ഈ നെഗറ്റീവ് എനർജി. അപ്പോൾ ഇത് നമ്മൾ അത് ചെയ്യാം. പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുത്തോ. അത് പക്ഷെങ്കിൽ ഒരു ദിവസം ചെയ്തേ പറ്റൂ. ഒരു ഹീലർ ആണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഒരു ദിവസം ഹീലിംഗ്, നിങ്ങൾ ഡീടോക്സിഫിക്കേഷൻ, എനർജി ഡീടോക്സിഫിക്കേഷൻ നടത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് അസുഖം ഉണ്ടാവില്ല. എല്ലാ ചാൻസസും ഉണ്ട്. അത് മാരകമായ അസുഖങ്ങളായി, ചെറിയ ചെറിയ അസുഖങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ മെയിൻ ഒന്ന് വേണ്ടത് നമ്മുടെ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. ഒരിതും എന്നിലേക്ക് വരില്ല, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്നില്ല, മെന്റലി ഓൾറെഡി ഉണ്ടാവണം. പിന്നെ അതുപോലെ നമ്മുടെ ഈഗോ, ഹീലിംഗിൽ എവിടെയും നമ്മൾ ഈഗോ ചേർക്കാൻ പാടില്ല. കാരണം ഒരാളോട്, ചില ആൾ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഞാൻ ഹീൽ ചെയ്ത് തരാം, അത് എനിക്ക് പ്രശ്നമല്ല, ഞാനത് ഹീൽ ചെയ്തോളാം. ഓ ഇത് പ്രശ്നമല്ല, ഇത് നിസ്സാരല്ലേ, നമുക്ക് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ചില ആൾ പറയും, അതൊക്കെ ഞാൻ നിസ്സാരമായിട്ട് മാറ്റുന്ന കാര്യമാണ് ഹീലിംഗ്, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പറയുന്ന ആളാരാണ്? ദൈവമാണോ? മാറ്റിത്തരാ, ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുന്നത് ഹൂ ദ ഹെൽ ആർ യു? അപ്പൊ അങ്ങനെ ഒരാൾക്കും പറ്റൂല. റേക്കി തന്നെ നമ്മളെ എനർജി അല്ല, യൂണിവേഴ്സൽ എനർജി നമ്മളിലൂടെ ഒഴുകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെയുമില്ല, നമ്മൾ ചാനൽ മാത്രമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തോട് പറയാ, ദൈവമല്ല, ദൈവം ആയിക്കോട്ടെ, യൂണിവേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, യൂണിവേഴ്സ് ഇത് നിങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒരു ഒരു മീഡിയം മാത്രമാണ്, നിങ്ങളാണ് ചെയ്യുന്നത്, എന്നെ ഇത് ചെയ്യാൻ വേണ്ടി അനുഗ്രഹിച്ചാലും. ഇദ്ദേഹത്തെ ഹീൽ ചെയ്യണമെന്നില്ല ആഗ്രഹവും നിങ്ങളതാണ്, ഹീൽ ചെയ്യണ്ടെങ്കിൽ അതും നിങ്ങൾ ആഗ്രഹം. അദ്ദേഹത്തിന്റെ കർമ്മക്കനുസരിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുക. ഞാൻ ഒരു മാധ്യമം മാത്രം, എന്നെ ഇതിൽ ഒന്നിൽ ഉൾപ്പെടുത്തരുതെന്ന് നിങ്ങൾ പറഞ്ഞ് ചെയ്തു നോക്കിയാ നിങ്ങൾ അതിൽ ഒന്നിലുണ്ടാവും. കാരണം ഞാൻ ഒരു മീഡിയം, ഈ ചെയ്യുന്ന ക്ലയന്റിനോട് നമ്മൾ പറയാം, ഞാൻ വെറും ഒരു മാധ്യമമാണ്. അല്ലാണ്ട് അവർ മുമ്പിൽ എന്താ വേണ്ട, ഓക്കെ, എനിക്കിതൊക്കെ നിസ്സാരം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈഗോ വരുന്ന സമയത്ത് ഇതിന്റെ ഫലം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതായത് ഈ കർമ്മ, അയാളെ കർമ്മ, ഇത് ഓരോരുത്തർക്ക് അസുഖം വരുന്നത് കർമ്മയാണ്. അപ്പൊ ആ കർമ്മേന്റെ ഒരു ഭാഗം നമ്മളിലേക്ക് വരും, നമ്മൾ ഏറ്റെടുക്കുക. കാരണം ഞാനല്ല ചെയ്യുന്നത്, അപ്പൊ ഞാൻ ഏറ്റെടുക്കും. യൂണിവേഴ്സിനോട് പറയും, യൂണിവേഴ്സാണ് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ നന്നാക്കണോ അല്ലെങ്കിൽ ഇതേ രീതിയിൽ വെക്കണോ, അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ ഇദ്ദേഹത്തിനൊരു മാധ്യമം പോലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നു. ഞാൻ എൻ്റെ എന്താണോ എനർജി എക്സ്ചേഞ്ച് അതും മേടിച്ച് ഞാൻ പോയിക്കോളാം, എന്നെ ഇതിൽ നിന്ന് മുക്തമാക്കി തന്നാലും നമ്മൾ എപ്പം പ്രെയർ ചെയ്യണം, എന്നാൽ നമുക്കിത് എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഈഗോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടി വരും. അപ്പൊ ആരെ മുമ്പിലും ഈഗോ കാണിക്കാണ്ടിരിക്കുക. ഇതെല്ലാം ചെയ്യുന്ന യൂണിവേഴ്സാണ്, താങ്ക്സ് ടു യൂണിവേഴ്സ്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം തന്നെ നിങ്ങൾ പകുതി കാര്യങ്ങൾ റെഡിയാവും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഡീടോക്സിഫിക്കേഷൻ, എനർജി ഡീടോക്സിഫിക്കേഷൻ ചെയ്താൽ നിങ്ങളെ എല്ലാ പ്രോബ്ലങ്ങളും അതിലങ്ങ് മാറിപ്പോകും. അപ്പൊ ഈ രണ്ട് കാര്യം ചെയ്താൽ തന്നെ ഒരു റേക്കി ഹീലർ എന്താ പറയാ, പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് നോക്കണം. ഇത് നോക്കാണ്ട് നിങ്ങൾ ഒരാളെ ഹീൽ ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ പറയും കർമ്മ വരുന്നതല്ല, അവരെ ചെയ്യുമ്പോൾ അവരെ ഇതിലേക്ക് ഓൾറെഡി നമ്മൾ എൻ്റർ ആവുക, ഒരാള് അവരനുഭവിക്കുന്ന കർമ്മയിലേക്ക് നമ്മൾ എൻ്റർ ആവുക. അപ്പൊ അതിൽ നിന്നും എന്തായാലും ഒരു എനർജി ഇങ്ങോട്ടേക്ക് പാസ്സാവും. എത്ര വരൂല എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു എനർജി ഇങ്ങോട്ടേക്ക് പാസ്സാവും. ആ പാസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാ ഓവർകം ചെയ്യുക? ഡീടോക്സിഫിക്കേഷൻ. പിന്നെ നമ്മളും ഒരുപാട് ദാനങ്ങൾ ചെയ്യണം. കാരണം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കർമ്മകരമായ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കർമ്മ കുറക്കണം. ഇതിപ്പോ നമ്മുടെ കർമ്മ കുറക്കാണ്ട് നമ്മുടെ ഇതിന് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, നമുക്ക് കൂടുതലാവുകയും. നമ്മുടെ കർമ്മം എങ്ങനെ കൊടുക്കും? ഓൾറെഡി നമ്മൾ റേക്കിയിൽ പഠിച്ചിട്ടുണ്ട്, പാസ്റ്റ് ലൈഫ് ഹീലിംഗ്. ഒരു 21 days എങ്കിൽ നമ്മൾ പാസ്റ്റ് ലൈഫ് ഹീലിംഗ് ചെയ്യണം. ആ പാസ്റ്റ് ലൈഫിന്റെ കർമാസ് കുറയുമ്പോഴേ നമുക്ക് ഇപ്പോൾ ഇല്ലത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇപ്പോൾ ഇല്ലതും കൂടി അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് വലിയ. അപ്പൊ അതും നിങ്ങൾ ചെയ്യാം. എല്ലാ ദിവസവും പാസ്റ്റ് ലൈഫ് റേക്കി ലെവൽ 2 പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്ത എല്ലാവരും പാസ്റ്റ് ലൈഫ് കർമാസ് ഹീൽ ചെയ്യണം. അല്ലെങ്കിൽ ഫസ്റ്റിലാണെങ്കിൽ അവര് ഓൾറെഡി പറഞ്ഞാൽ മതി റേക്കിയോട്, എന്റെ പാസ്റ്റ് ലൈഫ് കർമാസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രെയർ ചെയ്തു കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മള് ഇതിൽ നിന്ന് നമ്മൾ മുക്തമാവും. അല്ലെങ്കിൽ നമ്മൾ ആ ബന്ധനത്തിൽ പെട്ടുപോകും ഈ ഹീലേഴ്സ്. അപ്പോൾ അതിൽ നിന്ന് മുക്തമാവണമെന്നുണ്ടെങ്കിൽ
നമ്മൾ എന്ത് വേണം? പാസ്റ്റ് ലൈഫ് കർമാസ് നമ്മൾ എസ്കേപ്പ് ആവണം. അത് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മ നമ്മൾ കുറച്ച് കൊണ്ടുവരണം. നമ്മൾ ദാനങ്ങൾ ചെയ്യണം. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു 10% എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, 10ഓ 5ഓ അല്ലെങ്കിൽ 2ഓ, എന്തെങ്കിലും. ഇപ്പൊ ഒരാൾ ഒരു പൈസ തന്നു, അതിൽ നിന്നൊരു പൈസ മാറ്റി കൊടുക്കും. അതായിരിക്കും ദാനം കൊടുക്കും. ഫുഡ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രീറ്റിലെ ഡോഗ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഫുഡ് കൊടുക്കുക, എന്തെങ്കിലും തരത്തിലുള്ള ചാറ്റ്. അപ്പൊ എന്താവും, നമ്മുടെ അവരെ കർമ്മയിൽ എൻ്റർ ചെയ്തതിന്റെ ആ ഒരു കർമ്മയുണ്ടല്ലോ, നമ്മൾ ചെയ്തു വെച്ച കർമ്മ, അത് നമ്മൾ റെഡ്യൂസ് ആവും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ഏതൊരു ഇതായിക്കോട്ടെ, ആസ്ട്രോളജേഴ്സിന് ആയിക്കഴിഞ്ഞാൽ ആസ്ട്രോളജേഴ്സിന് തന്നെ പല പ്രശ്നങ്ങളും വരുന്ന എന്താന്ന് പറഞ്ഞാൽ, അവര് ഒരാളെ ജാതകം എന്ന് പറഞ്ഞാൽ അയാളെ കർമ്മയാണത്, അതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പൊ അതും നമ്മൾ ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യണം, ഈ എനർജി. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരെല്ലാവരും സാധന ചെയ്യുന്നുണ്ട്. അത് ചെയ്യാത്ത ആൾക്കാർക്ക് പ്രശ്നം വരും. എന്ത് ചെയ്യാം? എനർജി ആയിട്ട് ഇപ്പൊ പൂജാരിമാർ രാവിലെ ഗായത്രി മന്ത്രം വെച്ചിട്ട് അവര് ഡീടോക്സിഫിക്കേഷൻ നടത്തുന്നു. അല്ലെങ്കിൽ അമ്പലങ്ങളിലെ പൂജാരികൾക്കെല്ലാം അസുഖമായിരിക്കും. അത് ചെയ്യാത്ത ആൾക്കാർക്കാണ് ഈ പ്രോബ്ലങ്ങൾ വരിക. അപ്പം ഇത് കാര്യങ്ങൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ, രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുക, 3:30 3 മണി ടു 3:30 എഴുന്നേൽക്കുക, അരമണിക്കൂർ നമ്മൾ ഡീടോക്സിഫിക്കേഷൻ മെഡിറ്റേഷൻ ചെയ്യുക. ഒരു വൈറ്റ് ലൈറ്റ് നമ്മുടെ റേക്കീനെ വിളിച്ചു വരുത്തുക. ആ റേക്കീനെ നമ്മുടെ ബോഡിയിലേക്ക് കൂടി, ഇതിലേക്ക് കൂടി, എല്ലാ ചക്രാസിലേക്ക് കൂടി, എനർജി സെന്റേഴ്സിലേക്ക് കൂടി അയക്കുക. എന്നിട്ട് നെഗറ്റീവ് എനർജി റിലീസ് ആവുന്നതായിട്ട് കാണും. അങ്ങനെ ഡീടോക്സിഫിക്കേഷൻ എല്ലാ ദിവസവും ചെയ്യാം. നമ്മുടെ ഒരു ഹീലർ ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ആർക്കും വേണമെങ്കിൽ ചെയ്യാം. അത് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അടുത്ത എന്തെങ്കിലും പരിപാടികൾ ചെയ്യും, ഉറങ്ങുമോ അല്ലെങ്കിൽ പുതുക്കണം, അതൊന്നും ചെയ്യാം. ഡീടോക്സിഫിക്കേഷൻ. പിന്നെ അടുത്തത് വരേണ്ടത് ദാനങ്ങൾ ചെയ്യുക. കിട്ടുന്ന പൈസയിൽ നിന്ന് ദാനം ചെയ്യുക. പിന്നെ പാസ്റ്റ് ലൈഫ് കർമ്മ ഹീൽ ചെയ്യുക. മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ഹീൽ ചെയ്യണം. എന്നാലാണ് അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട കൂടെ ഇതും കൂടി വരുമ്പോൾ നമുക്ക് കൂടുതലാവും. അപ്പൊ നമ്മൾ അതിനെ ഹീൽ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഹീൽ ചെയ്യുമ്പോൾ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം, 1 കൊല്ലം കഴിയുമ്പോഴാണ് ഇതിന്റെ പ്രോബ്ലങ്ങൾ വരും. അപ്പൊ നമ്മൾ അതിനെ ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പാസ്റ്റ് ലൈഫ് ഹീൽ ചെയ്യുക, ദാനങ്ങൾ ചെയ്യുക, ഡീടോക്സിഫിക്കേഷൻ നടത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളെ ഒന്നും ഇങ്ങനെ അമർത്തി വെക്കാണ്ട് നിങ്ങൾക്കിപ്പം നോൺ വെജ് കഴിക്കണം ആഗ്രഹം, നോൺ വെജ് കഴിക്കുക. അതിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ സ്പിരിച്വാലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാ ദൈവത്തോട്, ദൈവം എല്ലാം എന്ന് വെച്ചാൽ ദൈവം ഒരു വടിയും എടുത്തിട്ട് നിങ്ങൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളല്ല എന്നുള്ള ചിന്താഗതി ആദ്യം മാറ്റണം. യൂണിവേഴ്സ് അൺകണ്ടീഷണൽ ലവ് ആണ്. അൺകണ്ടീഷണൽ ലവ് എന്താ? അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ഇല്ലാണ്ട് ലവ് ആ. അതായത് ഇന്നയാൾക്ക് ഇപ്പം നമ്മളിപ്പം മതത്തിന്റെ പറയുമ്പോൾ ക്രിസ്ത്യൻസിലെ ദൈവം കുറച്ച് ക്രിസ്ത്യൻസിനെ മാത്രം രക്ഷിക്കാം. ഇപ്പൊ മുസ്ലിംസിൽ പറയുന്ന മുസ്ലിം അല്ലാത്ത, അതായത് മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെ ഇത് മാത്രമാണ് ദൈവത്തിന്റെ ഇത്. അപ്പൊ അവരങ്ങനെ വിചാരിക്കുമ്പോൾ അങ്ങനെ ഓരോ ദൈവം, ഇപ്പൊ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ദൈവം ഒരു വിഭാഗത്തിനെ മാത്രം രക്ഷിക്കും തോന്നുന്നുണ്ടോ? ഇല്ല. ദൈവം മൊത്തത്തിൽ ഈ ഭൂമി ദൈവം എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഉണ്ടാക്കി തന്നതാണ്. അതിൽ നിങ്ങളെല്ലാം ജീവിച്ചോളൂ. അല്ലാണ്ട് ക്രിസ്ത്യൻസ്, മുസ്ലിം, ഹിന്ദുസിന് ഇപ്പൊ ഇന്ത്യ ഹിന്ദുസിന് വേണ്ടി മാത്രമാണെന്നില്ല അങ്ങനെ ഒരു ഇതുണ്ടോ? ഇല്ല. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ആ ചിന്താഗതി മാറ്റുക. ദൈവം ഒരു ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു ഇതല്ല. അത് നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഒരു എനർജിയാണ്, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എനർജി. അതിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ വൈബ്രേഷൻ ഉണർത്തുക. ഇങ്ങനത്തെ എങ്ങനെ നമ്മുടെ കരുണ ഉണർത്തുക. നമ്മുടെ മൈൻഡിൽ കരുണ വരുമ്പോൾ മാത്രമേ നമ്മുടെ രോഗങ്ങൾ വിട്ടുനിൽക്കൂ. കാരണം എന്താവും, നമ്മുടെ ഉള്ളിൽ അടക്കി നിൽക്കുന്ന വികാരങ്ങളെല്ലാം പുറന്തള്ളപ്പെടും ഈ നമ്മുടെ ഉള്ളിൽ കരുണ വരുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ കരുണ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, കരുണ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വികാരങ്ങളെ പുറന്തള്ളാൻ പറ്റും. അപ്പൊ റേക്കി കൊണ്ട് നമ്മൾ സ്പിരിച്വലി, മെന്റലി ആൻഡ് ഫിസിക്കലി ഹീലിംഗ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ വീണു പോകും.
അപ്പൊ നമ്മൾ റേക്കി കൊണ്ട് ആരും ഞാൻ എന്തുകൊണ്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ റേക്കി കൊണ്ട് ആരും പറയാൻ പാടില്ല നാളെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി അല്ലെ എനിക്കൊരു അപകടം ഉണ്ടായി റേക്കി ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ അധികം ആളും കേൾക്കും അദ്ദേഹം നല്ല റേക്കി ഹീലർ ആയിരുന്നു, പിന്നീട് അത് അസുഖമായിട്ട് ആള് ഹാർട്ട് അറ്റാക്ക് വന്നു. അധികം വരുന്ന ആൾക്കാർക്ക് ബ്ലോക്കാണ്. ഈ ഹീലേഴ്സിന് അധികം വരുന്നത് ബ്ലോക്ക്, ഹാർട്ട് ബ്ലോക്ക്, പിന്നെ വരുന്നത് ക്യാൻസർ, അങ്ങനത്തെ എല്ലാം. എന്തുകൊണ്ടാണ് ഇത് തന്നെ കാരണം. അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, ഷുഗർ, ഇതെല്ലാം വരുന്നത് ഈ ഒരു ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നമ്മൾ കണ്ടിന്യൂ ഇത് ചെയ്യുക, ഹീലിംഗ് ചെയ്യുക. നമ്മുടെ ഇപ്പൊ എന്ത് കാര്യവും നമ്മൾ മിലിറ്ററിക്കാറ് നല്ല കായിക അഭ്യാസം ആയിട്ടാണ് ആ ടെസ്റ്റ് എല്ലാം നടത്തിയിട്ടാണ് അവരെടുക്കുന്നത്. അപ്പൊ അതിനുശേഷം അവര് യുദ്ധത്തിനെല്ലാം പോകുന്നു. ഇവർ എല്ലാ ദിവസവും അവര് ചേർന്ന് കഴിഞ്ഞാലും അവര് എല്ലാ ദിവസവും രാവിലെ 3:30-ക്കോ 4 മണിക്കോ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യണം. ഓട്ടം ചാട്ടം കാര്യങ്ങളെല്ലാം എപ്പോഴായാലും ഈ മിലിറ്ററി തുടങ്ങിയത് മുതൽ ലാസ്റ്റ് വരെ അതുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചേർന്ന വാർഡ് ഇപ്പം മിലിറ്ററിയിൽ കിട്ടി, ഓക്കെ, എല്ലാ ദിവസവും കിടന്നുറങ്ങി യുദ്ധം വരുമ്പോൾ തോക്കെടുത്തിട്ട് എഴുന്നേറ്റ് ഓടിയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? അവരെല്ലാ ദിവസവും മെയിൻ്റെനൻസ് ചെയ്യണം, നമ്മളെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ നമ്മളൊരു ഹീലറാണ്, നമ്മൾ പഠിച്ച് നാളെ മുതൽ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെറും ഹീലിംഗ് മാത്രം ചെയ്താൽ മതിയാ? നമ്മളൊന്നും ചെയ്യണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഹീൽ ചെയ്യണം, നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യണം. നമ്മുടെ എനർജീനെ, നമ്മൾ നെഗറ്റീവ് എനർജീനെ മാറ്റിയിട്ട് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കാം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സുമായി കണക്റ്റഡ് ആവും. കരുണ നമ്മുടെ ഉള്ളിൽ നിറയും. അപ്പോഴാണ് നമ്മുടെ സ്വഭാവം മാറാൻ തുടങ്ങുക. എന്താണ് മാറുക? സ്വഭാവം മാറാന്ന് വെച്ചാൽ വൃത്തിയുടെ സ്വഭാവം അങ്ങനെയല്ല. നമ്മുടെ ശാന്തമാവും, ദേഷ്യം കുറയും, എല്ലാവരോടും സ്നേഹം തോന്നും, കരുണ തോന്നും. അങ്ങനെ തോന്നുന്ന ആൾക്കാരെ നിങ്ങൾ ആദ്യം നോക്കി നോക്കുക. പിന്നെ സ്പിരിച്വാലിറ്റി ഉണ്ടായിട്ട് ദേഷ്യം പിടിക്കുക, അല്ലെങ്കിൽ എല്ലാവരോടും വെറുപ്പ് തോന്നുക. ഇപ്പൊ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുക, അങ്ങനെയെല്ലാം ചെയ്യുന്നത് അവരൊരു ഭാഗത്ത് മാറ്റി വെക്കും. നല്ല രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കേട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നതും അങ്ങനെ ഇല്ല ഒരു സ്പിരിച്വാലിറ്റി ഇല്ലാതെ അവരെ മാറ്റി വെക്കുക. അവരെ ശ്രദ്ധിക്കുക, ഇവരെ ശ്രദ്ധിക്കുക. എന്നിട്ട് നോക്കുക സ്പിരിച്വാലിറ്റി എന്താണ്, ഈ ഡിഫറൻസ് നിങ്ങൾ ആദ്യം പഠിക്കുക. എന്നിട്ട് വിചാരിക്കുക ഇതാണോ വേണ്ടത് അല്ലെങ്കിൽ അതാണോ വേണ്ടത്. നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക എന്താണ് സ്പിരിച്വാലിറ്റി. നിങ്ങൾക്ക് ആരോടാ സ്നേഹം തോന്നുന്നത്? അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളോടാണോ? നല്ല വിവരം, അതായത് ഇതിൽ ഒരുപാട് അറിവുകളില്ല, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരിക, നമ്മളോട് മോശമായി സംസാരിക്കുക, അങ്ങനത്തെ ഒരാളോടാണോ ഇഷ്ടം തോന്നുക? അല്ലെങ്കിൽ കുറച്ച് അറിവില്ല, നല്ല വ്യക്തി, നല്ല സ്വഭാവം, നല്ല രീതിയിൽ സംസാരിക്കുക, നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുക, ആ വ്യക്തിയാണോ ഈ വ്യക്തിയാണോ നല്ലത്? നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുക? ഫസ്റ്റ് പറഞ്ഞ വ്യക്തിയോട്, നമുക്ക് സമാധാനം തോന്നുന്ന വ്യക്തിയോട് സംസാരിക്കാനാണ് നമുക്ക് തോന്നുന്നത്, അതല്ലേ? അതുപോലെ തന്നെ ആൾക്കാർക്കും തോന്നുക നമ്മളും അതുപോലെയാണ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്തുക. എന്നിട്ട് അങ്ങനത്തെ ഈ 2 ടൈപ്പ് ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരെ പഠിക്കാൻ നോക്കുക. എന്നിട്ട് നമ്മളിൽ മാറ്റം ഉണ്ടാകും. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് മാറും, നമ്മുടെ റിലേഷൻഷിപ്പിന് പ്രോബ്ലം ഇല്ല സോൾവ് ആവും, മണി പ്രോബ്ലം സോൾവ് ആവും, പിന്നെ നമ്മുടെ ഫിസിക്കൽ പ്രോബ്ലം സോൾവ് ആവും. അപ്പൊ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്തമായ കമന്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാറ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം, നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പൊ എന്നാല് താങ്ക് യു. എല്ലാവരും ഇത് ചെയ്തിട്ട്, ഇത് ഏത് റേക്ക് മാത്രമല്ല ഏത് ഹീലിംഗ് ആയാലും ഈ സിസ്റ്റം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതിനെ ഇത് ചെയ്യാം, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, മാറ്റങ്ങൾ ഉണ്ടാകും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.